ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പ്രസിഡൻ്റായിട്ടുള്ള അയത്തുള്ള ഖമേനിക്കെതിരായിട്ട് ഇറാനത്തെ സിറ്റിസൻസും എസ്പെഷ്യലി വുമൻസ് അവിടെ റീസെൻ്റ്ലി വളരെയധികം പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇറാൻ ഇഷ്യൂവിൽ റീസെൻ്റായിട്ട് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് എന്നാ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ വുഡ് ബി വൈപ്ഡ് ഓഫ് ഫ്രം ദി ഫേസ് ഓഫ് ദിസ് എർത്ത്. ഇറാനെ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റിക്കളയും എന്നൊരു ഭീഷണി ഡൊണാൾഡ് ട്രംപ് മുഴക്കിയിട്ടുണ്ട്. I just hope the protesters in Iran are going to be safe because it's a very dangerous place right now. And again, I tell the Iranian leaders, you better not start shooting because we'll start shooting too. ഇന്ത്യയുടെ ഒരു വെസ്റ്റേൺ പാർട്ടിലായിട്ട് പാകിസ്ഥാൻ്റെ അപ്പുറം വരുന്നൊരു രാജ്യമാണ് ഇറാൻ. ഇറാൻ അതുപോലെ ജോഗ്രഫിക്കൽ സിഗ്നിഫിക്കൻസിൽ വരുന്നത് വളരെയധികം ഓയിൽ എക്സ്പോർട്ടിംഗ് ഒക്കെ ഉള്ളൊരു രാജ്യമാണ്. ഇറാൻ്റെ തൊട്ടടുത്ത് വരുന്ന പേർഷ്യൻ ഗൾഫ്, പേർഷ്യൻ സീയിൽ തൊട്ടടുത്ത് വരുന്ന രാജ്യമാണ് സൗദി അറേബ്യ, UAE, ഒമാൻ, അതുപോലെ ഇറാഖ്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്ക ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസും ഈ ഒരു സ്ട്രേറ്റിലൂടെ അറേബ്യൻ സീ വഴി ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കും ഓയിൽ എക്സ്പോർട്ടിങ്ങിനും ഒക്കെ ജോഗ്രഫിക്കൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഇറാനുള്ളത്. അതുപോലെ ഇറാനിലുള്ള ഒരു ചാർബാർ പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യ കോപ്പറേറ്റീവായിട്ട് കണ്ടക്ട് ചെയ്യുന്നുമുണ്ട്. ഇറാൻ്റെ നോർത്തിലായിട്ട് വരുന്ന ഈ കാസ്പിയൻ സീ ലോകത്തിലെ ഏറ്റവും വലിയൊരു ലേക്കാണ്, ലാൻഡ് ലോക്ക്ഡ് വാട്ടർ ബോഡിയാണ്.